എന്താ ചേട്ട്? എന്താ ജോസ്പേട്ടാ? ചുമ്മാതാ അവിടെ ഇരുന്ന് മടുത്ത്. പാടില്ലെങ്കിൽ വീട്ടിൽ പോയി കിടന്നൂടെ? എന്തിനാ ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കാ ഇവിടെ ഇരിക്കണ? എത്ര നേരം അങ്ങനെ ഇരിക്കും. ഇവിടെ CCTV ആണെന്ന് ആളുകൾ പറയുന്നുണ്ട്. അതെ ശരി. ആ സ്റ്റൂൾ എടുത്ത് കളയാൻ പാടില്ലേ, പുള്ളി വരാതിരിക്കുമല്ല. ഒരു കൊക്കക്കോള അവളെ ഇന്നിരുന്ന് വിഷമിച്ചിട്ടാണ് ഇങ്ങോട്ട് പുറത്തോട്ട്. ജോസ്പേറിന്റെ ഇവിടെ ഇരിപ്പ് ഇവിടെ നടക്കുന്ന ആളുകൾക്ക് വിഷമം എന്ന് പറയണ്ടേ? ഒരു കാര്യമില്ല അല്ലേ? എന്ത് പറ്റി മോനെ? എന്ത് പറ്റിയെന്ന്? നീ എന്ത് വേഷം കെട്ടാണ് കാണിക്കണത്? എനിക്ക് ഷുഗറാണ്. ഷുഗർ എന്തെന്ന്? ഷുഗർ ആണെന്ന് എനിക്ക് ഒരു കാര്യമില്ല. ഞാൻ ഈ അച്ഛൻ്റെ കൂടെ പോയപ്പോ ആവശ്യമില്ലാത്തത് ടെസ്റ്റ് ചെയ്ത് നോക്കിയതാണ്. ഇപ്പൊ മെസ്സേജ് വന്നപ്പോ എനിക്ക് 282 ഷുഗർ. അത് ചെക്ക് ചെയ്തോണ്ട് അത് അറിയാറായില്ലേ? അച്ഛൻ വിടണ്ട, നിങ്ങൾ ഒറ്റൊരുത്തരാണ് ഇതിന് കാരണം. അച്ഛൻ എന്ത് ചെയ്ത്? പാരമ്പര്യമാണ് ഇത്. അച്ഛനുള്ളതുകൊണ്ടല്ലേ എനിക്ക് ഷുഗർ വന്നല്ലേ. ഞാൻ എന്ത് ചെയ്തിട്ടാണ്? എനിക്ക് പ്രായമായിട്ടാണ് വന്ന്. നിനക്ക് ചെറുപ്പത്തിലല്ലേ വന്ന? അതിന് ഞാനാ കുറ്റക്കാരൻ? എന്റെ ജീവിതം പോയല്ലോ ദൈവമേ. ഞാൻ എന്തിനാ ജീവിക്കണത്? എടാ, ഒരു ഷുഗർ വന്നെന്നും പറഞ്ഞ് ജീവിതം പോവേണം എല്ലാവരുടെയും. ഷുഗർ നിസ്സാരമുള്ളതാ. ഞാൻ ഫേസ്ബുക്കിൽ കണ്ട് എനിക്കിനി എന്തെങ്കിലും മധുരമുള്ളതാ ഭക്ഷണം എന്തെങ്കിലും ഇഷ്ടമുള്ളത് കഴിക്കാൻ പറ്റുമോ? എനിക്കൊരു ലൈസ് തിന്നാൻ പറ്റുമോ? ഒരു പെപ്സി കുടിക്കാൻ പറ്റുമോ? അറ്റാക്ക് വന്നാൽ പോലും അറിയൂല, വേദന ഉണ്ടാവൂല. അത് വണ്ടി ഓടിച്ചാൽ അറിയാതെ ഉറങ്ങി പോകുന്നത്. എന്റെ ജീവിതം പോയെന്ന് പറഞ്ഞല്ല. പൊട്ടൻ ചെറുക്കാൻ പരിഹാരം ഇല്ലാത്ത കാര്യം ഉണ്ടടാ. നിനക്ക് അങ്ങനെ പലതും പറയാ. നിന്റെ കല്യാണവും സമയത്ത് കഴിഞ്ഞ അളിയനും ഗൾഫിലാണ്. വായി തോന്നലൊക്കെ വാരി തിന്നുകയും ചെയ്യാം. എനിക്ക് പ്രായം ഇത്ര. എനിക്ക് ഒരു പെണ്ണ് കാണാൻ പോകാൻ പറ്റുമോ? എടാ, അതിന് പെണ്ണ് കാണാൻ പോകുമ്പോ എനിക്ക് ഷുഗർ ഉണ്ട് എന്ന് പറഞ്ഞ് ബോർഡ് കെട്ടി തൂക്കൊന്നും വേണ്ടേ? എന്നിട്ട് പെണ്ണ് ചായ കൊണ്ട് വരുമ്പോ എനിക്ക് മധുരമില്ലാത്ത മതി എന്ന് പറയാനാ? എനിക്ക് മധുരമില്ലാത്ത മതി എന്ന് പറയുമ്പോ അവർക്ക് മനസ്സിലാവൂലേ എനിക്ക് ഷുഗർ ആണെന്ന്. ഇനി മധുരവെള്ളം മുണ്ട് അതേ കുടിച്ചാൽ ഞാൻ അവിടെ തലയെ തല്ലി വീഴൂലേ ഷുഗർ കയറിയിട്ട്? നീ ഇങ്ങനെ കരയേണ്ട കാര്യമൊന്നും ഇല്ല പ്യാരി. നീ നിന്റെ പാട് നോക്കല്. എനിക്ക് ഇനി ജീവിക്കണ്ട. എടാ, അതിന് മരുന്നൊക്കെ ഉണ്ട്. ഡോക്ടർ ആരെങ്കിലും കണ്ടാ പോരെ? ഡോക്ടറെ കണ്ട് മരുന്ന് കഴിച്ചിട്ട് എന്താ കാര്യം? നിങ്ങൾക്ക് തിന്നണ ഞാനിത് കാണാനാ? പരിക്കുന്നു വരെ നിങ്ങൾ തിന്നണ ഞാൻ കാണണോ ഇവിടെ ഇരുന്ന്? കൂടുതൽ വേഷം കെട്ടരുത് കേട്ടോ. നീ ഷുഗർ വന്നൊന്നും പറഞ്ഞ അവന്റെ ഈ ഒടുക്കത്തെ കുടുംബത്ത് ജനിച്ചതാണ് ഷുഗർ. എനിക്ക് ഇവിടെ ജീവിക്കണ്ടായിരുന്നു. എന്തെങ്കിലും കഴിച്ച ചത്ത് കളയാ മതിയായിരുന്നു. എന്താണ് അച്ഛാ? ഭ്രാന്ത് അല്ല എന്താ? നീ ഒന്നങ്ങോട്ട് ചെല്ലടി. അയില പൊരിച്ചതുണ്ട്, കരിമീൻ വറുത്തതുണ്ട്, കൂട്ടം പുള്ളി ഇട്ട് പച്ച നല്ല ചെമ്മീൻ കറിയുമുണ്ട്. സാർ എന്തിനാണ് വിളിച്ചത്? ഒരു കാര്യമില്ലാണ് വെറുതെ വിളി. പുതിയ സാറാണ് സാറേ. സാറേ, ഞാൻ ഇവിടുത്തെ ആരാടോ? സാറിന് ഇതുവരെ തിരിഞ്ഞിട്ടേ. സാറ് ഇവിടുത്തെ മെയിൻ ഓഫീസറാണ് സാറേ. എന്റെ പദവി എന്താണെന്നാണ് ഞാൻ ചോദിച്ചത്. അത് എന്താണെന്ന് അറിയില്ലേ സാറ്? അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, KSCB ലിമിറ്റഡ് കമ്പനി. ഇത്രയും വലിയ കമ്പനി ഇരുന്നിട്ടും സാറ് നമുക്ക് എൻ്റെ ഒരു പാർട്ടി തന്നിട്ടാ ഇതുവരെ. പാർട്ടിക്കുള്ള വകയൊക്കെ പുറത്തുനിന്ന് വാങ്ങണുണ്ടല്ലോ. വാങ്ങിയിട്ടില്ലേ? അതെ, ഒരു പോസ്റ്റിൽ നിന്ന് എത്ര മീറ്റർ സർവീസ് വയറാണ് നമ്മൾ വലിച്ചു കൊടുക്കേണ്ടത് കണക്ഷൻ കൊടുക്കാൻ? അത് വെച്ചാല് സാർ ഒരു പോസ്റ്റ് എന്ന് വിചാരിക്കാം. സാറെ കഴുത്തിന് ഒരു ചരട് കെട്ടിട്ട് നമ്മൾ ദാമോട്ടനെ പിടിയുണ്ടല്ലോ, ആടത്തേക്ക് വലിച്ചു കിട്ടിയ കറക്റ്റ്. നിർത്തണോ? വെറുതെ
1 മീറ്റർ സർവീസ് വയറിന്റെ കോസ്റ്റ് എത്രയാണെന്ന് അറിയാമോ? എത്രയാണ് സാർ? എത്രയാണ്? 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 അപ്പൊ എന്നോട് ചോദിക്കണം. തനിക്കറിയില്ല ഇത്? താൻ ലൈൻമാൻ അല്ലേ? ആ സാറേ, 5 5 2 5 10 3 5 4 അല്ലേ സാറേ? 1 മീറ്റർ സർവീസ് വയറിന്റെ കോസ്റ്റ് 15 രൂപ. 15 റുപ്യ. നമുക്ക് ഒരു കണക്ഷൻ കൊടുക്കാൻ വേണ്ടത് അനുവദിച്ചിട്ടുള്ളത് 35 മീറ്റർ. അതെ. അപ്പൊ 35 ഗുണം 15 എത്ര? അത് അപ്പം എത്ര? അല്ല, അരിക്കണം. അപ്പൊ 35 അരിക്കണം. അരിക്കാൻ അറിയില്ല സാറേ. 525 രൂപ. കറക്റ്റ്. അത് കറക്റ്റ്, വളരെ കറക്റ്റ്. ആ അതെ, ആവശ്യപ്രകാരം നമ്മൾ സർവീസ് വയർ സൗജന്യമായിട്ട് കൊടുക്കേണ്ടതിന് താൻ എന്തിനാണ് ആ കോയെന്ന് പറയുന്ന ആളുടെ വീട്ടിൽ നിന്ന് 500 രൂപ മേടിച്ചത് കൈക്കൂലി? അയ്യോ, ആര് കോയ പറഞ്ഞു സാറേ? അത് പറഞ്ഞു. പറയും. കാരണം സാർ അത് സ്നേഹത്തോടെ നമുക്കൊരു 500 രൂപ എടുത്ത് തരുമ്പം വേണ്ടാതെ എങ്ങനെയാണ് സാറേ പറയുന്നത് ഒരു മനുഷ്യൻ? അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എന്ന നിലയിൽ ആ. തനിക്കെതിരെ എനിക്ക് നടപടി എടുക്കാൻ തന്നെ ജോലി ഇല്ലാതാക്കും ഞാൻ. സാറേ, അത് അങ്ങനെ പറയല്ലോ സാറേ. അതൊന്ന് പറയാം. താൻ കൈക്കൂലി മേടിച്ചല്ലോ? മേടിച്ചല്ലോ. 500 രൂപ മേടിച്ചു പോയി. എന്റെ കൈ പറ്റിപ്പോയി സാറേ. അപ്പൊ ഒരു കാര്യം ചെയ്യും, തനിക്ക് ജോലി വേണോ അതോ കൈക്കൂലി മതിയോ? 500 കിട്ടും. 500 ജോലി. 500 രൂപ എടുക്കും സാർ. അത് എടുക്ക സാറേ. സാർ, ഇത് ഒരു ചെറിയ നീക്കുപോക്ക്. എന്ത്? അത് 250 റുപ്യ എനക്കും 250 സാറിന്. ഞാൻ ചില്ലറാക്കും സാറേ. ചില്ലറ. തനിക്ക് 250 വേണോ ജോലി വേണോ? 250. അല്ലേ സാറേ, ജോലി മതി. മതിയല്ലോ. 250 എന്നാ പോ സാർ. അപ്പൊ ഇനി മേലാൽ ഇങ്ങനെ ആവർത്തിച്ചാലോ ഇല്ല സാർ. AI എന്ന നിലയിൽ ഞാൻ നടപടി എടുക്കുകയോ ഉണ്ണി. വേണ്ട സാർ, ഇത് ലാസ്റ്റ് വാണിംഗ് ആണ്. ആയിക്കോട്ടെ സാറേ. ചില്ലറ ആക്കണമെങ്കിൽ ഞാൻ ഇപ്പൊ ആക്കിത്തേ. വേണ്ട, ചില്ലറ വേണ്ട സാറേ. എന്താ ഫോണ് എടുത്ത് മാറ്റൂ. ഇവിടെ വേദന ഉണ്ടോ? അവിടെ ഇങ്ങനെ കല്ല് പോലെ സ്തംഭിച്ചിരിക്കാണ്ടോ വയറ്? അമ്മങ്ങണില്ല. ഇവിടെ വേദന ഉണ്ടോ? വേദന അവിടെ ഇല്ല, ഇവിടെ ഈ അടി വയറിൽ ഇവിടെ. എവിടെ വേദന? അവിടെ വേദന. ഒന്ന് അങ്ങോട്ട് തിരിയൂ. ഇവിടെ ഉണ്ടാ? അയ്യോ, അതെ സാറേ, വേദന ഇവിടെ ഉള്ളത് മാറ്റാൻ വേണ്ടി വന്നാണ് ഞാൻ. സാറ് അമത്തി എല്ലായിടത്തും വേദന ആക്കുകയാണല്ലോ. നോക്കട്ടെ. അത് നല്ല വേദന ഉണ്ട് ഇവിടെ ചമത്തുമ്പോഴേ. അപ്പൊ നോക്കണ്ടേ? വേണം, നോക്കണം. ഈ സൈഡിലാ വേദന, അവിടെയാണ് വേദന. അപ്പോ നിങ്ങളുടെ ആരായത്? എന്റെ അച്ഛനാണ്. അച്ഛനാണ്. വലിക്കോ? ഇല്ല, വലിച്ചിട്ടില്ല. വലിച്ചിട്ടില്ല. മദ്യപാനം? ഇല്ല, അങ്ങനെ കഴിക്കാറില്ല ഞാൻ. നിങ്ങൾ കഴിക്കാറുണ്ടോന്നല്ല, അച്ഛൻ കഴിക്കാറുണ്ടോന്ന്. കുടിക്കുവോ? ഓണത്തിന് ഒരു പെക്ക്. രോഗിയെ കുറിച്ച് കൂടുതൽ എന്തെങ്കിലും പറയാനുണ്ടോ? അല്ല, അച്ഛനും മെഡിസിപ്പ് ഉണ്ട്. മെഡിസിപ്പിന്റെ കാര്യമല്ലാന്ന്. അച്ഛന് ഉദരസംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ മുമ്പ് വന്നിട്ടുണ്ടോ? ഈ അടുത്ത കാലത്ത് അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. അതെ, ഈ മൂത്രം പോവാൻ ഭയങ്കര പ്രയാസവും വയറിങ്ങനെ വീർത്തു വരും. സഹിക്കാൻ വയ്യാണ്ടാവുമ്പോ നാരങ്ങ സോഡ മേടിച്ച് കഴിക്കും, എന്നിട്ട് കമന്ന് കിടക്കും. അപ്പൊ ഒരു ആശ്വാസം ഉണ്ടാവും. ഇപ്പൊ ഈ 2-3 ദിവസമായിട്ട് കമന്ന് കിടന്നിട്ട് ഒരു ആശ്വാസം കിട്ടണില്ല. പിന്നെ ഈ പ്രഷർ ഷുഗർ ഒന്നും ഇതുവരെ നോക്കേണ്ടി വന്നിട്ടില്ല അല്ലേ? ഇല്ല, അതൊന്നും നോക്കാല്ല, നമുക്ക് മെഡിസിപ്പ് ഉണ്ടല്ലോ, എല്ലാം നോക്കാം. അതെ. ഈ മൂത്രം എങ്ങനെ പോണു? പറയണ്ട സാറേ, ഒരു ഒറ്റ മൂത്രം പോകുമ്പോ വേദന സഹിക്ക വയ്യാണ്ട 4 ഒറ്റ കണ്ണീര് പോകും. അങ്ങനെ പോവും. ഒരു 15 മിനിറ്റ് നിന്നാലാണ് ഒരു തുള്ളി പോവുക. കണ്ണീരോ? അല്ല, മൂത്രം. അപ്പൊ ഇനി ഉള്ളിൽ എന്തെങ്കിലും കാര്യമായിട്ടുള്ള അസുഖം ഉണ്ടോ എന്നുള്ളതൊക്കെ നമുക്കൊന്ന് വിശദമായിട്ട് പരിശോധിക്കണം. എന്താ വേണ്ട ഡോക്ടർ? ആദ്യം ഒരു എൻഡോസ്കോപ്പി ചെയ്യണം. എൻഡോസ്കോപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ വായ്ക്കകത്തേക്ക് ഒരു കുഴല് ഇതിങ്ങനെ ഇടും, എന്നിട്ട് വയറിനകത്തുള്ള കാര്യങ്ങളൊക്കെ പരിശോധിക്കും കേട്ടാ. അല്ല, അത് ചെയ്യാം, നമുക്ക് അത് ചെയ്യാം. പിന്നെ കൊളോണോസ്കോപ്പിയും കൂടെ ചെയ്തേക്കാം. അത് മലദ്വാരത്തിലൂടെ അകത്തേക്ക് കയറ്റിയിട്ട് വയറിനകത്ത് ഉള്ളതൊക്കെ നോക്കുന്നതാണ് കേട്ടാ. ഇതൊക്കെ ഡോക്ടർ തന്നെ ചെയ്യോ?
പിന്നെ പിന്നെ ബ്ലഡിന്റെ എല്ലാ ടെസ്റ്റുകളും ചെയ്യുക, ഡീറ്റെയിൽ ചെയ്യുക, യൂറിന്റെ ചെയ്യുക. അപ്പൊ അങ്ങനെ എല്ലാം കൂടെ നോക്കിയിട്ട് നമുക്ക് അസുഖം എന്താന്നുള്ളത് കണ്ടുപിടിക്കാം. അപ്പൊ ഇവിടെ അഡ്മിറ്റ് ആവണോ അല്ലെ പോയിട്ട് വരണോ? അഡ്മിറ്റ് ആവണം. ചെയ്യാം. മെഡിസിൻ ഇപ്പൊ ഉണ്ടല്ല, അച്ഛൻ ജോലി എടുത്തപ്പോൾ ഇൻഷുറൻസ് ആണേ. അപ്പൊ പൈസ ഒന്നും വേണ്ട, ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാ സാറേ. എന്താന്ന് വെച്ചാൽ എഴുതിക്കോ. എന്നാ പിന്നെ ഒരു കാര്യം കൂടി ചെയ്തോളൂ. ഒരു CT സ്കാനും കൂടെ അങ്ങ് എഴുതാം കേട്ടാ. അതും കൂടിയും ചെയ്തു. ഞാൻ മിഷൻ നല്ലതാണെന്ന് നോക്കാല്ലോ. അപ്പോ ഇന്ന് അഡ്മിറ്റ് ആവണോ അതോ നാളെയോ? ഇല്ല, ഇന്ന് തന്നെ അഡ്മിറ്റ് ആവാം. ഇന്ന് തന്നെ അഡ്മിറ്റ് ആവാം. പിന്നെ വേറൊരു കാര്യം, AC റൂം വേണമെങ്കിൽ അവിടെ നേരത്തെ പറയണം. AC വേണ്ട, നോർമൽ റൂം മതി. മതി, തണുപ്പ് പറ്റില്ലേ? അങ്ങനെയാ? എന്നാ പിന്നെ അങ്ങനെ ആവട്ടെ. ശരിയാണ് കേട്ടോ. ഈ ഡോക്ടറുടെ ഗ്യാസിന് വേറെ ചികിത്സ ഒന്നും നടത്തിയില്ലേ? ചികിത്സിക്കുന്നതിനൊക്കെ ഒരു പരിധി ഇല്ലേ? അതൊന്നും ഇങ്ങോട്ട് നീക്ക്. അതന്നെ പണി. അപ്പൊ അങ്ങോട്ട് ചെല്ലാം അല്ലേ? പോയാ മതി കേട്ടോ. ഇവിടെ അഡ്മിറ്റ് ആവണം. സുഗതൻ. ഗുഡ് ഈവനിങ് സാർ. വെൽക്കം ടു ചീനോല. സാർ എന്താണ് കഴിക്കാൻ വേണ്ടത്? എന്താ വേണ്ടിച്ച എല്ലാരും പറഞ്ഞോട്ടോ. ചിക്കൻ കൊണ്ടാട്ടം. ചിക്കൻ കൊണ്ടാട്ടം. ആട്ട പൊറോട്ട, ആട്ട പൊറോട്ട. ഒരു മട്ടൺ ഫ്രൈ, മട്ടൺ ഫ്രൈ. ഒരു ഫ്രഷ് ഗ്രേപ്പ് ജ്യൂസ്. ഹവായി ഉണ്ടോ? ഹവായി ഷവായി ആണോ സാർ ഉദ്ദേശിച്ചത്? ഇവിടെ എങ്ങനെയാണോ പറയാറ്? ഷവായി. അങ്ങനെ പറഞ്ഞ കാര്യം നാക്കി അതും കൂടി തെറ്റി. 5 പൊറോട്ട. 5 പൊറോട്ട. ഒരു കിച്ചൺ ഫ്രൈ, ചിക്കൻ ഫ്രൈ. ചിക്കൻ. പിന്നെ ഒരു ആൽഫ്രഡ് അത് ഫുൾ ആയിക്കോട്ടെ. അൽഫാമ അല്ല എനക്കൊറ്റ മന്തി. ഓക്കെ. പാൽക്കപ്പ, ബീഫ് റോസ്റ്റ്, ബീഫ് റോസ്റ്റ്. ചിക്കൻ 65, ചിക്കൻ 65. ചിക്കൻ ഉലത്തിയത്, ചിക്കൻ ഒലത്തിയത്. നിനക്ക് ഇഷ്ടപ്പെട്ട ബീഫ് ഉണ്ട് അതും പറഞ്ഞോ. ബീഫ് കുരുമുളക് ഇട്ടത്. ബീഫ് കുരുമുളക്, പെപ്പർ ബീഫ്. അല്ല, നീയും ഒരു 65 പറഞ്ഞില്ലേ? നീയും പറഞ്ഞില്ലേ? അപ്പൊ 140 പറഞ്ഞാ പോരെ രണ്ടാൾക്കും? ചിക്കൻ ബിരിയാണി. ചിക്കൻ ബിരിയാണി. പിന്നെ മോന് വേറെ എന്താ വേണ്ട? ഇഷ്ടമുള്ള ഐസ്ക്രീം വേണ്ടേ? ഐസ്ക്രീം, ജ്യൂസ്. ചിക്കന്റെ കാല്. ചിക്കന്റെ കാല് 2 ഫ്രൈ. ഏത് ജ്യൂസാണ് വേണ്ടത്? ഗ്രേപ്പ് ജ്യൂസ്. ഗ്രേപ്പ് ജ്യൂസ് മതി. ഓക്കെ. എനിക്ക് 3 പൊറോട്ട, 3 പൊറോട്ട. റോസ്റ്റ്, ഫ്രൂട്ട് സാലഡ് വിത്ത് ഐസ്ക്രീം, ഒരു കടായി ചിക്കൻ കൂടെ ആയിക്കോട്ടെ. ഒരു മൊജീറ്റോ കൂടി. മോജിറ്റോ. ഓക്കെ ഓക്കെ, താങ്ക് യു സർ. ഇഡ്ഡലി ഉണ്ടാവോ? സർ ഇഡ്ഡലി നാളെ രാവിലെയോ? രാവിലെ ഉണ്ടാവുള്ളൂ. ഇന്നത്തെ ചോറ് ബാക്കിയായിട്ട് നാളെ പുളിക്കണം. ഇന്ന് ഇപ്പൊ ഇഡ്ഡലി ഇല്ലല്ലോ. ഇല്ല. നന്നായി. അപ്പൊ ഒരു കാര്യം ചെയ്യാം. ഇപ്പൊ അതൊന്നും ഇഡ്ഡലി ഇല്ലാത്ത സ്ഥിതിക്ക് എനിക്കൊരു 3 വീറ്റ് പൊറോട്ട, 3 വീറ്റ് പൊറോട്ട, ഒരു മട്ടൻ ചാപ്സ്, ഒരു മട്ടൻ ചാപ്സ്, പിന്നെ ഈ ചിക്കൻ കുഞ്ഞായിട്ട് നുറുക്കിയിട്ട് 65. 65. അത് എല്ലില്ലാത്ത മതി. ബോൺലെസ്. അതെ. അല്ലെങ്കിൽ എല്ലില്ല, നട്ടിലില്ലാത്ത ആൾക്കാരാ. പിന്നെ ഒരു പൈനാപ്പിൾ ജ്യൂസ് pineapple വിത്തൗട്ട് juice. ഐസ് ആൻഡ് ഷുഗർ. Sure, അത് മതി. തൽക്കാലം അത് മതി. തൽക്കാലം അത്. സാറിന് എന്താണ് സാർ വേണ്ടത്? ഒന്നും പറഞ്ഞില്ല സാർ. എനിക്ക് ഒരു ഗ്ലാസ് വെള്ളം. ബോളറാം, ഗ്ലാസ് ദേനാ. ഹലോ, ഈ സർവ്വസാധാരണ ഇങ്ങനത്തെ ഭക്ഷണങ്ങളല്ലാതെ എന്തെങ്കിലും വെറൈറ്റീസ് ഉണ്ടോ? സാർ എന്താണ് സാർ ഉദ്ദേശിച്ചത്? അതായത് മയിലുണ്ടോ? മയില്? മയിലില്ല സാർ. ഇല്ല. മുയലോ? മയിലില്ല. ഇല്ല സാർ. മാൻ? മാനില്ല സാർ. ഇല്ല അല്ലേ? ശീതളേട്ടാ, നമ്മൾ വന്നിരിക്കുന്നത് കാഴ്ച ബംഗ്ലാവിലല്ല, റെസ്റ്റോറന്റിലാണ്. എന്നാ പിന്നെ എനിക്ക് കാര്യമായിട്ടൊന്നും വേണ്ട. ഒരു മട്ടൻ ബിരിയാണി. മട്ടൻ ബിരിയാണി. ഒരു അൽഫാം. ഒരു അൽഫാം. ഒരു ഷവർമ. ഒരു ഷവർമ. ഒരു ഗ്രീൻ സാലഡ്. ഒരു ഗ്രീൻ സാലഡ്. അല്ല, പിന്നെ ഇനി ബാക്കി ആർക്കെങ്കിലും ഉണ്ട്, കഴിച്ചതിന്റെ ബാക്കി ഉണ്ടെങ്കിൽ അത് ആരിയിലൊക്കെ കഴിക്കണ്ടേ? അപ്പൊ ഞാൻ എടുത്തോളാം. ഓക്കെ, താങ്ക് യു സാർ. സാറ് മാത്രമൊന്നും പറഞ്ഞില്ല. വല്യേട്ടനൊരു ചപ്പാത്തിയും കുറുമക്കറിയും മതി. ചപ്പാത്തിയും കുറുമക്കറി. ഓക്കെ, താങ്ക് യു സാർ. പിന്നെ സൂപ്പ് ഉണ്ടെങ്കിൽ സൂപ്പ്, എല്ലാവർക്കും ഓരോ സൂപ്പ്. ഓ ഷുവർ സാർ, സൂപ്പ് ഉണ്ട്. സ്റ്റാർട്ട്. എങ്ങനെ, വെജിറ്റബിൾ വേണോ മട്ടൺ വേണോ? ചിക്കൻ സൂപ്പ് മതി അല്ലേ? ചിക്കൻ സൂപ്പ്. എല്ലാവർക്കും ചിക്കൻ സൂപ്പ്. എനിക്ക് മട്ടൺ വേണം, മട്ടൺ സൂപ്പ് വേണം. പെട്ടെന്ന് തരണേ. ഓ ഷുവർ. എല്ലാരും നല്ല വിശന്നിരിക്കുക. അയ്യോ, ഇങ്ങനെയുള്ള സ്ഥലത്തെ നന്നായി വിശന്ന് കാണുമ്പോഴേ ഭക്ഷണം തരുള്ളൂ. അപ്പോഴേ മുഴുവനും കഴിക്കും, വേസ്റ്റ് ആക്കും. എന്നാ തുടങ്ങാം. പ്ലേറ്റ് പിടിച്ചോ, പ്ലേറ്റ് പിടിച്ചോ. പ്ലേറ്റ് എല്ലാവർക്കും
എടി മഞ്ജു ആ ബീഫ് ഒന്ന് എടുത്തേ. ബീഫ് എവിടെ തുടങ്ങട്ടെന്ന് ഒരു കൺഫ്യൂഷൻ ആയിരിക്കാണല്ലോ. പിന്നെ കുഴപ്പമില്ല, ഇങ്ങോട്ട് തന്നോ. സാലഡും കൂടെ ഇങ്ങോട്ടോ തരണേ. ആ വെള്ളം എടുത്ത് കൊടുക്ക് ചങ്കിരി. എല്ലാവരും കഴിച്ചു കേട്ടോ. തൊണ്ടേ കുടുങ്ങല്ലോ. ഇത്തിരി വെള്ളം ഇവിടെ കൊടുക്കും. പൈപ്പ് ബ്ലോക്ക് ആയിട്ട്. നമ്മുടെ തറവാട്ടിലാരും ഈ വക തീറ്റ തിന്നുന്നത് ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. ഇക്കൂട്ടത്തിലുള്ള ആളുകൾക്ക് നമ്മൾ പറഞ്ഞിരുന്നൊരു പേരുണ്ട്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് 12 കൂട്ടം, ഉച്ചാമ്പളത്തെ കാര്യം പിന്നെ പറയണ്ട, രാത്രി ഈ വക സാധനങ്ങൾ. തറവാട്ടിലുള്ള ആളുകൾ തന്നെ ഇതൊക്കെ അറിയും. ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു സർ? നല്ലായിരുന്നു. നല്ല ഫുഡായി. നല്ല ഫുഡായിട്ടാ. താങ്ക് യു സർ, താങ്ക് യു. 24,300. എത്ര? 24,300. സെറ്റിൽ ചെയ്യേ. അക്കൗണ്ടിൽ ബാലൻസ് ഇല്ല, ഇന്നലെ പറഞ്ഞില്ലേ ഞാൻ. എന്റെ അടുത്ത് കാശില്ല. മഞ്ജു മാല മൂടി വെക്ക. ഇന്നലെ പറഞ്ഞില്ലേ. എന്നാ നമുക്ക് മെല്ലെ എണീറ്റാലോ? രാഘവേട്ടാ ഒന്ന് വന്നേ, ഒന്ന് സെറ്റിൽ ചെയ്തിട്ട് ഇപ്പൊ വരാം. എന്തായി? എല്ലാം സെറ്റിലാക്കി. എങ്ങനെ? രാഘവേട്ടനെ ഞാനങ്ങ് പണയം വെച്ചു. അത് ഇവർക്ക് നല്ല ലാഭമല്ലേ? പൈസ കൊണ്ട് കൊടുത്തിട്ട് രാഘവേട്ടനെ തന്നാ മതി ഞാനങ്ങ് പറഞ്ഞു. കുഴപ്പമില്ല. പഴയ സാധനങ്ങൾക്ക് ഇങ്ങനെയുള്ള സ്ഥലത്ത് നല്ല വില കിട്ടും. റിസോർട്ടല്ലേ. ഈ ബാക്കിയുള്ളവർ പണയം വെക്കണതിന് മുമ്പ് എണീറ്റു. ചേട്ടാ രാഘവേട്ടൻ അറിവ് തുടങ്ങിയോ? ഇല്ല, ഇപ്പൊ പ്ലേറ്റ് എഴുപത് തുടങ്ങിയേ ഉള്ളൂ. ഇനി നിന്നാ നമ്മൾ കഴിയേണ്ടി വരും. നടന്നു പെട്ടെന്ന് വണ്ടി കയറിക്കോ എല്ലാരും. നാളെ ചിലപ്പോ എന്റെ പണയല്ല വിൽക്കും. വാ, വാ, വാ. എല്ലാരും വെള്ളം ഇറങ്ങി വാ. ചേട്ടാ ചേട്ടാ നമ്മുടെ 14 ദിവസത്തെ യാത്രയിൽ ഇന്നത്തെ യാത്രയാണ് അടിപൊളി. ഇപ്പൊ ആൾക്കാരൊക്കെ നമ്മളോട് കുറച്ച് സ്നേഹം വന്നിട്ടുണ്ട് കേട്ടോ. ബാഗൊക്കെ എടുത്തല്ലേ? വാ. എന്റെ ദൈവമേ. അല്ല ഇതെന്താ പൂട്ടിക്കിടക്കണത്? നമ്മളിന്ന് തിരിച്ചു വരുന്ന ദിവസം നമ്മക്ക് അറിയില്ലേ? നീ അമ്മയെ വിളിച്ചേ? അമ്മ ഇതെവിടെ പോയി? ഇതാരും മൂട്ടി? അമ്മ ഇനി വിദേശ ടൂർ വല്ലതും പോയ അടിക്കുന്നു. ഹലോ അമ്മേ, ഞങ്ങൾ ഈ യാത്ര കഴിഞ്ഞ് വീട്ടിലെത്തി. അമ്മ ഇതെവിടെയാണ്? നോക്കാം അമ്മേ. എന്താ അതെ, എന്താണ്? നമ്മുടെ കുടുംബ വാട്സാപ്പ് ഗ്രൂപ്പിൽ അമ്മ എന്തോ വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് നോക്കാൻ. അത് നോക്കിയേ.
ആ മൊയ്തൂനോട് മേടിച്ച കട ഇങ്ങനെ പെരുകാണ്. ഇപ്പൊ യാത്ര എന്ന് പറഞ്ഞ് നിങ്ങൾ പിന്നെയും അവരുടെ കയ്യിൽ നിന്ന് കാശ് മേടിച്ചു. ഇതൊന്നും നിങ്ങൾ കൊടുക്കാൻ പോണില്ല എന്ന് എനിക്കറിയാം. അതിനുള്ള മിടുക്ക് നിങ്ങൾക്കില്ല. എനിക്കത് കണ്ടില്ല എന്ന് വെക്കാൻ പറ്റില്ല. എന്തായാലും അച്ഛൻ മരിച്ചു കഴിഞ്ഞിട്ട് അച്ഛന്റെ സ്വത്തുക്കളൊക്കെ എൻ്റെ പേരിലാണ് എഴുതി തന്നത്. ഈ കടം തീർക്കാൻ വേണ്ടി ഈ വീടും സ്ഥലവും എല്ലാം ഞാൻ മൊയ്തൂന് എഴുതി കൊടുത്തു. ബാക്കി കാശിന് ഞാനൊരു യാത്ര പോവാണ്. നിങ്ങളുടെ ആഘോഷ യാത്രയൊക്കെ കഴിഞ്ഞ് ഈ വീട് ഇവിടെ ഉണ്ട് വെച്ചിട്ട് ഇങ്ങോട്ട് വരണ്ട. ഇവിടെ വീടില്ല, എങ്ങോട്ടെങ്കിലും പൊക്കോ. നിങ്ങളെന്ത് പണിയാ ചെയ്ത്? അല്ല, അങ്ങനെ പെട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ പോകും. വല്യേട്ടാ നമ്മളെന്താ ചെയ്യാ? അയ്യോ, നമ്മുടെ വീട് മന്മതേട്ടാ. ഞങ്ങളുടെ വീട് ഞങ്ങളുടെ വീട് പോയി. പറയാൻ പറ്റില്ല. ഇതെന്ത് സെറ്റ് ഇത്? ഇതെന്ത് സെറ്റ് ഇത്? ഇത് കൂടെ എനിക്ക് മുല്ലപ്പൂ വിൽക്കണ ആള് ഞാന്. പൂവാ? ആ, പൂവ് വിൽക്കണ കൂടെ ഇത് വീട്ടിൽ പോകുമ്പോ ഇത് ഇവിടെ ഇത് തിയേറ്റർ ഉള്ള ഇത് മൾട്ടിപ്ലക്സ് തിയേറ്റർ ഇത് ഉള്ള ഇത് നോ ഇതിന് ഉള്ളിൽ ഇത് പറ്റില്ല ചേട്ടാ. ഇത് നിങ്ങൾ പുറത്ത് വെക്കില്ലെങ്കിൽ. അല്ല, ഇത് എന്റെ സാധനം. ഇത് പുറത്ത് വെച്ച എന്താ ഇത്? ഇതെന്ത് സാധനം? ഇതാ ഇത് ഞാന് இந்த தமிழ் படம் கிடைக்குது நம்ம தலைவர் படம், சூப்பர் ஸ்டார் படம், அந்த படம் காண வந்தது ஞானு. അതെ அந்த படத்துல தலைவரை ஸ்கிரீன்ல காணிக்கும் போதே இப்படி எடுத்து എന്താ ചേട്ടാ കാണിക്കുന്നത്? ഇതൊന്നും ഇവിടെ സമ്മതിക്കില്ല. ഇത് തിയേറ്ററിൽ எங்க ஊர்ல எல்லாம் தியேட்டர்ல தலைவரை பார்த்தா இப்படி எல்லாருமே எரிஞ்சு இப்படி ஆர்க்கும் இப்படி. ചേട്ടാ ഇത് ഓളപ്പര അല്ല, ഇത് മൾട്ടിപ്ലക്സ് തിയേറ്റർ. സുഗന്ധി, ഓ, ഞാൻ പുറത്തു പോയിട്ട് എവിടെ പോണ? ഒരു കോഫി കുടിക്കാൻ. കോഫി ഇവിടെ നിന്ന് കുടിച്ചാ പോരെ? ഇവിടുന്ന് എത്ര പൈസ? പുറത്ത് 10 രൂപയുള്ളൂ. ഷടാ, നിങ്ങളിത് എന്റെ ഒരു പെട്ടിക്കട മുഴുവനും കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. അതിലൊന്നുമില്ല. ഇതെന്താ ഇത്? ഇതെന്താ കമ്പിയാ? ഇതെന്താ ഇത്? എന്താ കുത്തുന്നു? അത് എന്താ സാധനം? അത് എന്ത് സാധനം? അത് എടുക്ക്, പുറത്തെടുക്ക്. എന്താ ഇത്? ഇത് പല്ല് കുത്തി. പടത്തിന് ആള് കുറവല്ലേ? കുഴപ്പമില്ല. കച്ചവടം മോശമില്ല. മോശമില്ല. പോപ്കോൺ എങ്ങനെയുണ്ട് ഇപ്പൊ? ടേസ്റ്റ് ഉണ്ടോ? നല്ല ടേസ്റ്റ് ഉണ്ട്. വാങ്ങാം സാമ്പിളോട്ടോ. സാമ്പിൾ പൈസ കൊടുത്ത് വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിന് സാമ്പിൾ കഴിക്കാം. ചേട്ടാ അങ്ങനെ കൊടുക്കില്ലേട്ടാ? അല്ല, എൻ്റെ ഒരു ആഗ്രഹം. മോശമല്ല, നല്ലതാ. തൊമ്മാട്ടാ ഞാൻ പിന്നെ ഇതെന്താ മാഡം? ഇത് ചുക്കുവെള്ളം. എന്ത് വെള്ളം? ചുക്കുവെള്ളം. ചേച്ചി സുക്ക് വെള്ളം ഇവിടെ ഇല്ല, നോട്ട് അലൗഡ് ചേച്ചി. തിയേറ്ററിൽ കിട്ടുമോ? അത് ചുക്കുവെള്ളം കിട്ടുമോ തിയേറ്ററിൽ? സാർ ഇവിടെ ഇത് ടീ, കോഫി, ലൈം ടീ, അങ്ങനെ ജിഞ്ചർ ടീ അതെല്ലാം. എനിക്ക് മൂത്രത്തിക്കലിന്റെ അസുഖം. ഡോക്ടർ പറഞ്ഞു 10 മിനിറ്റ് ഇടവിട്ട് അത് തന്നെ കുടിക്കണം. സാർ എന്നെ പിന്നെ എന്തിനാ തിയേറ്ററിൽ വന്ന്? സാർ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവും. അത് സിനിമ കാണാൻ പാടില്ലേ സാർ? ഇത് തിയേറ്ററിൽ ഇത് അലൗഡ് അല്ല. ഞങ്ങൾ പോയിക്കോളാം. ചേച്ചി പ്ലീസ്. സാർ അത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാനേജർ അടുത്ത് കംപ്ലൈന്റ് ചെയ്യും. ചേച്ചി അത് പ്ലീസ് നിങ്ങൾ തിയേറ്റർ സിനിമ ശാരദയെ പോകുന്ന അപ്പൊ നിനക്ക് ഇവിടെ തന്നെ വരണം. അനുഭവിച്ചോ? ചേച്ചി ഒരു കാര്യം ചെയ്യും, ഇത് ടോക്കൺ വെച്ചോളൂ. ഇത് സിനിമ കഴിഞ്ഞിട്ട് സാർ പുറത്തെ കൗണ്ടറിന് അവിടുന്ന് ഇത് സെക്യൂരിറ്റി തരും. AC-ലിരിക്കുമ്പോ കുടിക്കാനാണ്. അല്ല, അതിന് ഇവിടെ ഉണ്ട് ചേച്ചി. നമുക്ക് ഇവിടെ ടീ കോഫി എല്ലാം ഉണ്ട്. ചേച്ചി ആ ചുരിദാർ കഴിച്ച അവിടെ വെച്ചോ, ആ കൊട്ടയില്. അല്ല, അപ്പൊ കുഴപ്പമില്ലല്ലോ. ഞാനിപ്പോൾ നിൽക്കുന്ന EVR സിനിമാസിലാണ്. അതെ, ഒരു മാസം മുമ്പ് ഇവിടെ റിലീസായ മുട്ടത്തോട് വാസു. അന്ന് ആദ്യം തന്നെ ഞാൻ ഇതിനെ റിവ്യൂ ചെയ്തതാണ്. നിങ്ങൾക്കറിയാം, മുട്ടത്തോട് വാസു എന്ന പൊട്ടപ്പടം. ആ പടം ഇന്ന് സോഷ്യൽ മീഡിയ 2 ദിവസമായി വൈറലായിരിക്കുകയാണ്. 100 കോടി ക്ലബ് ഇടം പിടിച്ചിരിക്കുന്നു മുട്ടത്തോട് വാസു. എങ്ങനെ നമ്മളെ ഓൺലൈൻ ആപ്പ് വെച്ച് ബുക്ക് ചെയ്യുമ്പോ എല്ലാം ഇഷ്ടം പോലെ ഫുള്ളാ.
തിയേറ്ററിൽ വരുമ്പോ 5, 6, 7, 8, 9 മാക്സിമം 10 പേരാണ് പടക. 10 പേര് മാത്രമാണ് പടക. ഇപ്പൊ എങ്ങനെയാണ് 100 കോടി ക്ലബിൽ ഇടം നേടുന്നത്? ഞാൻ ചോദിക്കട്ടെ, മുട്ടത്തോട് വാസം ഏത് ക്ലബിലായിരിക്കണം? സാംസ്കാരിക ക്ലബില്ല, ക്ലബിൽ ഇടം നേടണം 100 കോടി ക്ലബ്. അല്ലല്ല, നല്ലതാണ്, നിങ്ങളുടെ സിനിമക്ക് നല്ലതാണ്. നിങ്ങൾ കൂടെ സൈഡിൽ നിന്നോ. ചേട്ടൻ ഇവിടെ ബോംബ് വെക്കാൻ വന്നാലും ഒരു സിനിമ കാണാൻ വന്നു പോയതാണ്. ചേട്ടൻ ബോംബ് വെക്കാൻ വന്നല്ല. ആരെങ്കിലും വന്ന് ബോംബ് വെച്ചാൽ ചേട്ടനും ഫാമിലി എല്ലാം ഉള്ളതല്ലേ. ഇവിടെ പറഞ്ഞ പിള്ളേർ ചേട്ടാ പടക്കം, പൂത്തിരി, കമ്പിത്തിരി, മത്താപ്പ് എല്ലാം കൊണ്ടുവരും. അതുകൊണ്ട് നമ്മൾ ഇതെല്ലാം ചെക്ക് ചെയ്യണ്ടേ? ഇവിടെ 2 ബ്ലോക്ക് ഉണ്ട്, കുഴപ്പമില്ലല്ലേ? ചേട്ടൻ ബെറ്റർ സിനിമയ്ക്ക് വരാതെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവാനാണ് നല്ലത്. പ്രശ്നമാണ് ചേട്ടാ. വെയിറ്റ് ചേട്ടാ, നോക്കട്ടെ. എന്താ സാർ ബീപ്പ് കേൾക്കുന്നുണ്ടല്ലോ? എന്താ സാർ അത്? ഇവിടെ ഇവിടെ എന്തെല്ലാം ഉണ്ടോ സാർ? അവിടെ ഒന്നുമില്ല, പുള്ളി വിസിലടിച്ചതാണ്. കുട്ടീനെ കളിപ്പിച്ചാണ്. ചേട്ടാ നിങ്ങളൊന്ന് മിണ്ടാതിരിക്കും. ഇത് ചെക്ക് ചെയ്യട്ടെ. നിങ്ങൾ ബീപ്പ് അവിടെ ഇത് കേൾപ്പിച്ചാൽ ഞാൻ ഇതാവില്ലേ? ഓക്കെ, കേറി നിന്നോ, നിങ്ങളോട് വൈറലാവും. വാ, ഞാൻ വൈറലാണ്. മുട്ടത്തോട് വാസു എന്ന പൊട്ടപ്പടം വീട്ടിൽ കഴിച്ചു 100 കോടി ക്ലബ് ഇടുന്നു എന്ന് പറഞ്ഞ ഇത്രയും തട്ടിപ്പ്. എന്താ സംഗതി? എന്താ സ്ഥലം വിട്ടെ. അതെ, 100 കോടി ക്ലബിൽ 100 കോടി 50 കോടിയൊക്കെ ഞങ്ങൾക്ക് അറിയാം. താൻ ഇവിടുന്ന് മാറി. തിയേറ്ററിൽ ആരും ഇല്ലല്ലോ. തിയേറ്ററിൽ ആളുണ്ടോ ഇല്ലെന്നുള്ള താനെന്തിനാണോ നോക്കണേ? എന്നിൽ പ്രതീക്ഷ അർപ്പിക്കുന്ന കുറെ പേര്. തന്റെ പ്രതീക്ഷ തന്റെ വീട്ടിൽ പോയിച്ചാണോ? മാറണോ? നമ്മളോട് വയ്ക്കാം. നോക്കണേ കേട്ടോ, വയറ്റുള്ള സ്ത്രീയാണ്. ഇതൊന്നും വേണ്ട, ഞാൻ ഇന്നലെ സ്കാൻ ചെയ്തതാണ്. കുട്ടി ഉള്ളിൽ തന്നെ ഉണ്ട്. അല്ല ചേച്ചി, അത് നോക്കണം ചേച്ചി. നോക്കണ്ട ചേച്ചി ഒന്ന് കൈ അല്ല, ഇനിയിപ്പോ കുട്ടീനെ പുറത്തു വെച്ച് പോകേണ്ടി വരുമോ? ചേച്ചി അങ്ങനെ പറയല്ലേ, ഇത് ഞങ്ങൾ ഡ്യൂട്ടി ചേച്ചി. വേണ്ട, കൈ കൊണ്ട് നോക്കിക്കോ. ഇതൊന്നും പറ്റൂല, മെഷീൻ ഒന്നും എന്റെ ദേഹത്ത് പറ്റൂല. ഞാൻ ഗർഭിണിയാണ്. എന്താ പറയണ അവൻ? പടം കണ്ടാ പോരാ നിനക്ക്? എനിക്ക് പോപ്കോൺ വേണം. നീ പോപ്കോൺ തിന്നാൻ വന്നതാ, സിനിമ കാണാൻ വന്നതാ? ഇന്റർവ്യൂ എല്ലാം ആകുമ്പോ വാങ്ങി തരാന്ന് പറഞ്ഞില്ലേ? കേറിയിരിക്കും അവിടെ. ഏത് പട കാണുന്നു? ആരോ? അതെ, നിങ്ങൾ ഏത് പട കാണാൻ വേണ്ടി പോകും? നമ്മള് മറ്റേ മട്ടുപ്പാവിലെ അട്ട. മട്ടുപ്പാവിലട്ട പൊട്ടപ്പടല്ലേ? മട്ടുപ്പാവിലട്ട പൊട്ടപ്പടല്ലേ? നീയല്ലേ പറഞ്ഞ ഈ പടം കണ്ടില്ലേ പിന്നെ കുടുംബമായിട്ട് ജീവിച്ചിട്ട് കാര്യമില്ല, നഷ്ടമാണെന്നൊക്കെ. എന്തേ ഇയാൾ ആ പൊട്ട റിവ്യൂ പറയുന്ന ആളാണ്. ഞാൻ സ്ഥിരം കാണില്ല അയാളുടെ വീഡിയോ. വെറും പൊട്ട റിവ്യൂ ആണ്. എന്തിന് വന്ന് അങ്ങനെ എന്തൊക്കെ നമ്മ വരുന്നുണ്ട്. അല്ല, ടിക്കറ്റ് എടുത്ത് പിന്നെ കാണാൻ നിവർത്തിയില്ലല്ലോ. വെറുതെ സമയം കളയണ്ട. എന്റെ റിവ്യൂ തരാം. അവള് കാണാറുണ്ട്, നല്ലതാന്ന് പറഞ്ഞു. എന്റെ റിവ്യൂ സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലേക്ക് അടിച്ചിട്ട്. ഈ ഒരു പടത്തിന് വന്നാണ് കുറെ കാലത്ത് ഒന്ന് കാണാൻ സമ്മതിക്കോ? മാറിപ്പോ പൊട്ട സമയം കളയണ്ട. കേറി ഇരിക്കണ, ഞാൻ മേടിച്ചു തരാന്ന് പറഞ്ഞില്ലേ? പോപ്കോൺ, ഞാൻ ആ പോപ്കോണിന്റെ മിഷനിലിട്ട് ഞാൻ കറക്കും. ഞാൻ നിന്ന ഒറ്റ കാര്യം ഉണ്ണീസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലേക്ക് അടിച്ച് പൊട്ടിച്ചളെ. ഒരു പണി, ഇതൊക്കെ ഒന്ന് അലക്കി ഒന്ന് കുളിക്ക് ചെല്ലി. വേസ്റ്റ് എല്ലാം കളയാൻ കൊണ്ടുവന്നതാ. ഇതില് കുട്ടികൾക്ക് ഛർദി വരെ അതിന് എടുത്തു വെക്കണാണ് പ്ലാസ്റ്റിക് കവർ. ബിസ്ക്കറ്റ് ഉണ്ട് ചേട്ടാ. ഇത് ഇവിടെ പറ്റില്ല ചേട്ടാ. അല്ല, ഇത് മോൾക്ക് ഇന്റർവെല്ലിൽ നിന്നുള്ള. അല്ലെ, നമ്മൾ പുറത്തുനിന്നുള്ള ഫുഡ് ഇവിടെ അലൗഡ് അല്ല. അല്ല, ഓക്കെ, ഏറ്റവും ഇഷ്ടപ്പെട്ട. അല്ല ചേട്ടാ, അതല്ല, ഇവിടെ ഫുഡ് കോർട്ടിൽ കിട്ടും. ചേട്ടൻ ഇവിടുന്ന് മേടിക്കും. ഈ സിനിമ കഴിഞ്ഞ് പോകുമ്പോ ഇത് തരും കേട്ടോ. ചേട്ടോ, ഇവിടെ ആളില്ല. ഇവിടെ ഒരു ടീ വേണം. ഒരു വരട്ടി இருக்குதா? കട്ടൻ ചായ. കട്ടൻ ചായ ഇല്ല. ഇല്ലേ? ഇല്ല. പിന്നെ ചായ മാത്രം. ചായ, പാൽ ചായ. ഒരു ചായ തരും. കടല இருக்கா? കടലയില്ല. കപ്പലണ്ടി ഇല്ല? കപ്പലണ്ടി ഇല്ല. அங்க ஒரு ஆளு என் கீஸ் ஜோப்ல இருந்த இந்த கடலை வாங்கி வச்சுட்டு ഇവിടെ വന്നാ കിട്ടുന്നു പറഞ്ഞു. കടലയ്ക്ക് അവൻ പോപ്കോൺ എടുക്കട്ടെ. പോപ്കോൺ എടുക്കട്ടെ. പോപ്കോൺ അതെന്നത്? അതാ, അത് എങ്ക ഊരിലെ സോളാപ്പരി. അതെനിക്ക് വേണം. എങ്ക ഊരിലെ പോപ്കോൺ. എന്നാ ഊരുത്? ചായ 60 രൂപ. 60 രൂപ. രൂപയാ? 60 രൂപ. நான் டீ மட்டும் தானே வாங்கினேன்.
അതെ ടീക്ക് തന്നെ 60 രൂപ. இதுல பாலும் பஞ்சசாரையும் தண்ணி மட்டும் தானே இருக்கு. ஆமா. நம்ம இது இதுதானே மல்டிப்ளெக்ஸ் தியேட்டர். எங்க ஊர்லலாம் 5 ரூபா தான் டீக்கு இருக்கு. அது இந்த மாதிரி பிளாஸ்டிக் கடல இந்த கிளாஸ் இல்ல, சில்லி கிளாஸ்ல கிடைக்கும். இந்த ஊர்ல ഇങ്ങനെയാണ്. இந்த ஊர்ல ഇങ്ങനെയാണ്. எனக்கு இந்த டீ வேண்டாம். ஏய் எந்த காசு எடுத்துட்டு போ. ஜந்துக்க. നീ എമ്മ ഞാൻ എന്നും ഉണ്ട് പൂ അടിക്കാറില്ലേ, അത് ഇവക്ക. എടാ നായ, എന്റെ കയ്യിൽ നിന്ന് പൂ അടിച്ചിട്ട് എന്റെ മകളെ എന്നെ വളയ്ക്കാൻ നോക്കടാ. മറിമായം